ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശാരി കുഞ്ഞിനെ നോക്കാമെന്നും പറഞ്ഞിട്ട് സരയുവിന്റെ അരികിൽ നിന്നും കൊണ്ടുവരികയാണ്. സരയു ആണെങ്കിൽ തന്റെ കുഞ്ഞിനെ നോക്കി തന്നെ ഇരിക്കുകയാണ്. കാരണം അവൻ ഒരു പ്രാവശ്യം മനോഹർ ഒരു പ്രാവശ്യം ടെക്സ്റ്റൈൽസിൽ വെച്ച് കുഞ്ഞിനെ കൊണ്ടുപോയ ആ ഒരു പേടിയിൽ ഇനിയും അവൻ വന്ന് കുഞ്ഞിനെ കൊണ്ടുപോകും എന്നൊരു പേടിയിൽ മോളെ ഇങ്ങനെ നോക്കി തന്നെ ഇരിക്കുകയാണ്, എവിടേക്കും വിടാതെ റൂമിന്റെ അകത്ത്. ആ സമയത്താണ് ശാരി വന്നിട്ട് കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചു വെക്കില്ല മോളെ, വാടാ എന്നും പറഞ്ഞിട്ട് കുഞ്ഞിനെയും എടുത്ത് താഴോട്ട് കൊണ്ടുപോകുന്നതും അങ്ങനെ കുഞ്ഞിനെ അവിടെ കളിക്കാൻ ഇരുത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ശാരിയുടെ അശ്രദ്ധ കൊണ്ട് തന്നെ വാതിലൊക്കെ തുറന്നു കിടക്കായിരുന്നു, തന്നെ എല്ലാ ഗേറ്റും തുറന്നു കിടക്കായിരുന്നു. അപ്പോ ആ സമയത്താണ് കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നതും അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങൾ ഓരോന്നോരോന്നായി പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ശാരി ആണെങ്കിൽ കുറുക്കെടുക്കാൻ വേണ്ടി കുഞ്ഞിന് കുറുക്കെടുക്കാൻ, യാമിനി അവിടെ ഇല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ കുറുക്കെടുക്കാൻ അടുക്കളയിലേക്ക് പോകുന്ന സമയത്താണ് കുഞ്ഞിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്താണ് തൻ്റെ മകളെ ഒരു പ്രാവശ്യം കൂടിയും കാണണമെന്ന അതിയായ ആഗ്രഹത്താൽ അവിടേക്ക് മനോഹർ എത്തുന്നതും അങ്ങനെ മനോഹർ ആ ഗേറ്റ് തുറന്നു കിടക്കുന്ന കാണുന്നുണ്ട്. പെട്ടെന്ന് അകത്തേക്ക് കടക്കുമ്പോൾ കുഞ്ഞി ഇങ്ങനെ നടക്കുന്ന കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാവാണ്. തൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നും പറഞ്ഞ് ആ കുഞ്ഞിനെ എടുക്കുകയും കുഞ്ഞിനെ വാരിപ്പുണർന്ന് അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. അപ്പോഴും ആരും ശ്രദ്ധിക്കുന്നില്ല. അതിപ്പം മനോഹറല്ല, മറ്റാരെങ്കിലും കുഞ്ഞിനെ ഇതുപോലെ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ഒരു അശ്രദ്ധയില്ലാത്തൊരു നോട്ടം തന്നെയായിരുന്നു ആ സമയത്ത് ശാരി ചെയ്തത്. അങ്ങനെ മനോഹർ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്നും പോയി വണ്ടിമേൽ. ആ സമയത്ത് സരയി വന്നിട്ട് കുഞ്ഞിനെ തെരഞ്ഞ് കുഞ്ഞിനെ കാണുന്നില്ല. ശാരിയോട് ചോദിക്കുമ്പോൾ ശാരി പറയുന്നുണ്ട് അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് പറയാണ്. എന്തായാലും അവിടെ എല്ലായിടത്തും അവിടെയൊക്കെ നോക്കുന്നുണ്ട്, വീടിനും ചുറ്റൊക്കെ നോക്കുമ്പോഴും കുഞ്ഞിനെ കാണുന്നില്ല. സരയു എന്നിട്ട് വാതിൽ തുറന്നിട്ടതിനൊക്കെ ശാരി ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. ശാരിയെ വെറുപ്പിക്കുന്ന രീതിയിൽ വളരെ വളരെ മോശമായ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. കിരണിനെ വിളിച്ചു പറയുകയും കിരൺ നോക്കാം, നീ വിഷമിക്കാതിരിക്കുമെന്ന് പറഞ്ഞ കല്യാണി അങ്ങനെ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ശാരി അവളിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സരയു. ആ സമയത്താണെങ്കിൽ നമ്മുടെ കല്യാണി പറയുന്നുണ്ട്, നീ ആൻറ്റി ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്, കാരണം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന കൂട്ടത്തിലായിരുന്നു, നിന്റെ എല്ലാ ഇതിനും നിന്റെ കൂടെ നിന്ന ഒരാളാണ്. പക്ഷേ ഈ ഇടക്കാലം വെച്ചിട്ടാണ് നീ അവരുടെ മകളല്ല എന്ന് ആൻറ്റി അറിയുന്നത്. ആ ഒരു ഷോക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ആൻറ്റി നിൽക്കുന്നത്. ആൻറ്റിക്ക് എല്ലാം നഷ്ടപ്പെട്ട രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് നീ ഇങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്തായാലും കുഞ്ഞിനെയും കൊണ്ടുപോയ മനോഹർ കുഞ്ഞിന് വേണ്ട കളിപ്പാട്ടങ്ങളും കുഞ്ഞിന്റെ ആവശ്യങ്ങളനുസരിച്ച് ഓരോന്നൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അവന്റെ കയ്യിൽ കുറച്ച് പൈസയേ ഉള്ളൂ, ജയിലിൽ നിന്നല്ല കിട്ടിയ പൈസ മാത്രം, അവിടെ പണിയെടുത്ത് കിട്ടിയ പൈസ അത് മാത്രമേ ഉള്ളൂ. എന്തായാലും അതിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. കിരൺ ആണെങ്കിൽ തൻ്റെ വണ്ടി എടുത്ത് പരക്കം പായുന്നുണ്ട്. ഇവിടെ രതീഷും ഒക്കെ കൂടെയുണ്ട്. അങ്ങനെ അവനിങ്ങനെ നോക്കുകയാണ് എവിടേക്കാണ് കുഞ്ഞിനെയും കൊണ്ട് പോയത് എന്നിങ്ങനെ ഇങ്ങനെ റോഡ് ഇങ്ങനെ നടന്നിങ്ങനെ നോക്കിയാണ്. അപ്പോഴായിരിക്കും കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്ന മനോഹറിനെ കാണുന്നത്. നേരെ മനോഹറിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് നമ്മുടെ കിരൺ. അപ്പോൾ എന്നിട്ട് മനോഹറിനെ വഴക്ക് പറയുന്നുണ്ട്, നീ എന്ത് പണിയാ കാണിച്ചത്, അവരുടെ കണ്ണ് വെട്ടിച്ച് കുഞ്ഞിനെയും കൊണ്ട് പോകുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പൊ മനോഹർ പറയുന്നുണ്ട്, ഇത് എൻ്റെ കുഞ്ഞല്ലേ, അതുകൊണ്ട് കുറച്ച് വിഷമിക്കട്ടെ അവിടെ കിടന്നിട്ട്, എന്നെ അമ്മയ്ക്കും അച്ഛനും കുഞ്ഞില് അവകാശമുണ്ട്, ആ അവകാശം എനിക്ക് നിഷേധിച്ചവളല്ലേ അവള്. അപ്പോൾ അതിന് ഞാൻ അവളെ കുറ്റം പറയില്ല, എങ്കിലും കുറച്ച് കാണാതിരിക്കുന്നതിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ എത്രയോ നാൾ കാണാതിരുന്നു, അപ്പോൾ കുറച്ച് വിഷമിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എടാ, കുഞ്ഞിനെ നീ എടുത്തുകൊണ്ട് പോയത് അവൾക്ക് അറിയാലോ, അവൾക്ക് നിന്നെ തീരെ താല്പര്യമില്ല, അതിപ്പോൾ മറ്റാരെങ്കിലും എടുത്തുകൊണ്ട് പോയി എന്നുള്ളൊരു അവലാതി അവളുടെ മനസ്സിലുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴും നമ്മുടെ ശാരിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സരയു. ശാരിയെ കുറെ ചീത്തൊക്കെ പറയുന്നുണ്ട്. കല്യാണി അവിടെ അങ്ങനെ അവൾക്ക് കൂട്ടായിട്ട് ഇരിക്കുകയാണ്. കല്യാണിക്ക് കോള് എത്തുന്നുണ്ട് നമ്മുടെ മനോഹറിന്റെ കിരണിന്റെ. അങ്ങനെ കിരൺ വിളിച്ചിട്ട് പറയുന്നുണ്ട്, കുഞ്ഞിനെ കിട്ടിയായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ മനോഹറിന്റെ കയ്യിലുണ്ട് നിങ്ങളെ സത്യം ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിനെ വാങ്ങിയിട്ട് മനോഹറിന്റെ കയ്യിൽ നിന്നും കിരൺ കുഞ്ഞിനെ വാങ്ങി കൊണ്ടുവരികയാണ്. ആ സമയത്തും അവളിങ്ങനെ പറയുന്നുണ്ട്, അവന് ഈ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ, അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എനിക്കൊരു സ്വസ്ഥത ഉണ്ടായിട്ടില്ല, ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യമാണ് കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്, അവനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ട്. എത്രയും വേഗം അവൻ തിരിച്ച് ജയിലിലോട്ട് പോയാൽ മതി, എന്നാലേ ബാക്കിയുള്ളവർക്ക് സമാധാനം ആകുള്ളൂ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും കിരൺ കുഞ്ഞിനെയും കൊണ്ട് വരുന്നുണ്ട്. അത് അവൾക്ക് വലിയൊരു ആശ്വാസമാവുകയാണ്. അങ്ങനെ കുഞ്ഞിനെ എടുത്തിട്ട് ആ മനോഹറിനെ പറ്റിയിട്ട്, ഇപ്പം മനസ്സിലായില്ലേ, അവൻ എൻ്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ്, നിങ്ങളോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു അവനെ ഇല്ലാതാക്കണമെന്ന്, അവൻ പരോളിൽ ഇറങ്ങിയപ്പോൾ ഞാൻ അവന് ഗുണ്ടകളെ ഏർപ്പാടാക്കി അവനെ കൊല്ലാൻ ഇതാക്കിയതാണ്, പക്ഷെ അത് എനിക്ക് ചീറ്റിപ്പോയി, അത് ആരോ വന്ന് രക്ഷപ്പെടുത്തിയെന്നാണ് പറഞ്ഞത്, പക്ഷെ അത് നീയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് സരയു കിരണിനോട് പറയുകയാണ്.
അപ്പോൾ എടി എന്തായാലും അവൻ്റെ കുഞ്ഞല്ലേ, ഇനിയിപ്പോൾ അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മേലാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ആവർത്തിക്കരുന്ന്, അവൻ ഇനി ചെയ്യില്ല, എന്തായാലും ഇത് വന്നു നീ അത് വിട്ടുകളയി എന്ന് പറയുകയാണ്. അപ്പോൾ ശാരിയും പറയാണ് അതെ മോള് ഇനി അവനെ കൊല്ലാനും തല്ലാനും നിങ്ങൾ മിണ്ടരുത് എന്നും പറഞ്ഞിട്ട് ശാരിയോട് വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാര്യം അവിടെ സോൾവ് ആവുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണ വീടാണ് കാണിക്കുന്നത്. കല്യാണ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപിൻ്റെ വീട്. അപ്പം ദിലീപ് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട്, അവരോടൊക്കെ ഇങ്ങനെ പറയുകയാണ് അവൻ ആ ഗംഗപ്രസാദ് എന്ന് പറയുന്ന കാർത്തികയുടെ ആങ്ങള അവനിങ്ങനെ പരക്കം പാഞ്ഞു നടക്കുകയാണ്, അവൻ ആരെങ്കിലും ജീവൻ എടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും വരട്ടെ, കാർത്തി എപ്പോൾ വിളിക്കുമ്പോഴും എന്നോട് പറയാറുണ്ട് ശ്രദ്ധിക്കണമെന്ന്. അവൻ എന്തായാലും ഈ ഏരിയയിൽ തന്നെയുണ്ട്, കിരണേട്ടൻ എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഗംഗപ്രസാദ് ആണെങ്കിൽ വെള്ള മുണ്ടും വെള്ള ഷർട്ടും താടിയും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ വെള്ള താടിയും അങ്ങനെ വേഷം മാറി ഒരു അപ്പൂപ്പൻ്റെ രൂപത്തിൽ ഈ കല്യാണ വീട്ടിലേക്ക് വരികയാണ്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കെട്ട് വാഴല അവൻ്റെ തോളിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു വാഴലയുടെ ആ ഒരു കാര്യം പറഞ്ഞ് ആ കല്യാണ വീട്ടിൽ കടന്നു കൂടുകയാണ്. എന്തായാലും അടുക്കള ഭാഗത്തു കൂടെയാണ് അവൻ വീടിൻ്റെ അകത്തേക്ക് കടന്നു കൂടുന്നത്. അങ്ങനെ കല്യാണ തലേദിവസമാണ്. അങ്ങനെ അവിടേക്ക് കടന്നു കൂടുകയും അതുപോലെ തന്നെ ഇവൻ ഈ പറയുന്ന ഗംഗപ്രസാദ് അവരുടെ ബെഡ്റൂമിൻ്റെ ഉള്ളിലേക്കാണ് ചെന്ന് പെടുന്നത്. അങ്ങനെ അവിടെ ഒളിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഇവൻ ദിലീപ് ആ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച ഈ നിൽക്കുന്ന ഗംഗപ്രസാദിനെയാണ്. അവനറിയില്ലല്ലോ ഗംഗപ്രസാദ് ആരാണെന്നൊന്നും പോലും നമ്മുടെ ദിലീപിന് അറിയില്ല. അപ്പോൾ എന്താ ഇവിടെ ആരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പാചകത്തിന് വന്നതാണ്, അവരുടെ കൂടെ വന്നതാണ് എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോൾ എന്തായാലും ഇവിടെയല്ല ചേട്ടൻ പുറത്തേക്ക് പൊക്കോ എന്ന് പറഞ്ഞിട്ട് തെറ്റിപ്പോയതാണ് മോനെ എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ മോനാണില്ലേ കല്യാണ ചെറുക്കൻ എന്ന് ചോദിക്കുന്നുണ്ട് ഗംഗ. അപ്പോൾ അത് എൻ്റെ കല്യാണമാണ് ചേട്ടാ എന്ന് പറയുന്നുണ്ട്. ശരി മോനെ ഞാൻ പുറത്തുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ്. എന്തായാലും കല്യാണ ചെറുക്കനെ കണ്ടെത്തി ഗംഗ. അങ്ങനെ ഇനി എന്തായാലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അവനെ കൊല്ലണമെന്ന് തന്നെയാണ് വിചാരിച്ച് നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ കിരൺ വിളിച്ച് വിവരങ്ങൾ പറയുന്നുണ്ട്. ആരെങ്കിലും പരിചയമില്ലാത്ത ആരെങ്കിലും ആ വീട്ടിലോട്ട് വരികയാണെങ്കിൽ ഉടനെ തന്നെ എന്നെ വിവരം അറിയിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് പെട്ടെന്നാണ് ദിലീപിന് ആ ഒരു ആളെ കുറിച്ച് ഓർമ്മ വരുന്നത്. ഒരു താടിയും മുടിയൊക്കെ വളർത്തിയിട്ട് ഒരാളിവിടെ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് നീ ശ്രദ്ധിക്കണം, അത് അവൻ തന്നെയാവാനാണ് സാധ്യത, എന്തായാലും ഞങ്ങളൊന്ന് വരാം അവിടം വരെ എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് എത്തുകയാണ്. അതൊട്ടും ഗംഗ പ്രതീക്ഷിക്കില്ല. എന്തായാലും ഗംഗയെ അവിടെയിട്ട് തല്ലിച്ചതയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവനെ തല്ലിച്ചതച്ചിട്ട് അപ്പോൾ വേലു ഉണ്ടായിരിക്കും. വേലുവിൻ്റെ ദേഷ്യമൊക്കെ തന്നെ ഗംഗയോട് തീർക്കുകയും ചെയ്യുകയാണ്. എന്തായാലും നമ്മുടെ മനോഹർ 2 ദിവസത്തിനുള്ളിൽ തന്നെ പരോള് കഴിഞ്ഞ് ജയിലിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും കാണാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.